എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എങ്കിലും ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായി ഇരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലരോട് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. 18-ാമത്തെ വാക്യം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയുമില്ല. ആമേൻ. കാരണം ഉയർത്തി ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. റോമലേഖനം എന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിലെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ 3 വാക്യത്തിനകത്തും പറയുന്ന ഒരു കോമൺ പദപ്രയോഗമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്. ഒന്ന്, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീർത്തു. അടുത്തതായിട്ട് സുവിശേഷീകരണ ഘോഷണത്തിനകത്ത് കൃപ പകർന്നു. 18-ാമത്തെ വാക്യം പറയുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ സംഭവിച്ചു. റോമലേഖനം എന്ന ഗൗരവ പ്രാധാന്യമുള്ള ദൈവശാസ്ത്ര സമ്പന്നമായ ആശയനിബിഡമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. അപ്പോസ്തലനായ പൗലോസ് നിരവധി ദൈവശാസ്ത്ര പ്രമേയങ്ങൾ ഗൗരവമായിട്ട് എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് അതിൻ്റെ 8-ാമത്തെ അധ്യായം മുതൽ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ആവർത്തിച്ച് പറയുന്ന പദപ്രയോഗങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്നത്. ഒരുപക്ഷെ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ ഏതാണ്ട് 10 മടങ്ങ് പ്രാവശ്യം അതിനുശേഷമുള്ള 8 അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനകത്ത് ഈ പരിശുദ്ധാത്മാവ് എന്ന പദത്തെ ഉപയോഗിക്കുമ്പോൾ അതിനെ പലവിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി അതിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ തിരുവെടുത്ത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഈ ആത്മാവിൻ്റെ അടിയന്തരമായ ഇടപെടലിനെ പറ്റി ഈ റോമാലേഖനത്തിൽ പരാമർശിക്കുന്നതാണ് നമ്മൾ ഒന്നിച്ച് ഇന്ന് പകൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, തിരുവെടുത്തിലേക്ക് നമ്മൾ വരുമ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഒരുവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അത്യാവശ്യമെന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇത് അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ റോമലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആദ്യത്തെ പ്രത്യേകതകൾ പറഞ്ഞാണ് ഇന്ന് പകൽ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നത്. റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ശരിക്കും എന്താണ് ആത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിന്മേലുള്ള ഇടപെടലുകൾ? ഒന്ന്, നാം ജയിക്കുന്നത്, നാം ജീവിക്കുന്നത്, നമ്മൾ പുനർജീവിക്കുന്നത് ആത്മാവ് മുഖാന്തരമാണ്. ആത്മാവിനാൽ ജീവിക്കപ്പെടുകയും ആത്മാവിനാൽ നടത്തപ്പെടുകയും ആത്മാവിനാൽ പുനർജീവിക്കപ്പെടുകയും ആത്മാവിനാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരാണ് ഇവിടെ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പൊ എവിടെയാണ് ഈ ആത്മാവിന്റെ പ്രാധാന്യം കിടക്കുന്നത്? നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു? വി ആർ ഡെഡ്. നാം മരിച്ചവരായിരുന്ന നമുക്ക് ലഭിക്കപ്പെട്ട ജീവന്റെ ഒരനുഭവം. നമ്മൾ ആ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തേക്ക് അയച്ചു. അപ്പൊ ഒന്ന്, മനുഷ്യന് സ്വയമായി നീതി പ്രാപിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വയമായി ദൈവത്തിന്റെ അടുക്കലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവന്റെ പ്രവൃത്തികൾ മുഴുവൻ കറപുരണ്ട തുണി പോലെ നിൽക്കുമ്പം അവിടെ സംഭവിച്ചൊരു കൃപയുടെ പ്രമാണം, ജഡത്തിന്റെ അടിമത്തത്തിനകത്ത് കിടക്കുന്ന മനുഷ്യനെ, അവൻ തോറ്റുപോകുന്ന പ്രവണതയ്ക്കകത്ത് നിൽക്കുന്ന മനുഷ്യനെ അതിനകത്തൊന്ന് ജയിക്കാൻ ദൈവം അവന് കൊടുത്ത പ്രമാണമാണ് ആത്മാവിന്റെ പ്രമാണം എന്നുള്ളത്. ഇത് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എവിടെ തോൽക്കുന്നുവോ, എവിടെ തോറ്റുവോ, ആ തോറ്റടത്ത് തന്നെ നിന്ന് ആ തോൽപ്പിച്ചതിനെ ജയിപ്പിക്കാൻ, അതിന് ജയം നൽകുവാൻ അവന്റെ അകത്ത് പകർന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്.
അതുകൊണ്ട് 8-ാം അധ്യായം പറയുന്നത് ജഡത്തിൽ എന്തുണ്ട്? ബലഹീനതയുണ്ട്. ജഡത്തിന്റെ ബലഹീനത എന്താ? പാപം ചെയ്യുന്നതാ ജഡത്തിന്റെ ബലഹീനത. എന്നാൽ യേശുക്രിസ്തുവിന്റെ കൃപയുടെ പ്രമാണത്തിൽ വന്ന് എൻ്റെ പകരക്കാരൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നപ്പം ആ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ലഭിക്കപ്പെട്ട ജയം അത് നിലനിർത്തി വിശുദ്ധീകരണത്തിന്റെ പ്രവണതയിലൂടെ പോകാൻ എൻ്റെ അന്തരാത്മാവിൽ ദൈവം പകരപ്പെട്ടതിന്റെ പേരാണ് ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിൻ്റെ അകത്തുള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതുകൊണ്ട് ഈ റോമർ 8:4 വരുമ്പോൾ അവിടെ കാണുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിയന്ത്രിക്കുന്ന ജഡം, ഇന്നലെ വരെ നിയന്ത്രിക്കുന്ന പാപം, ഇന്നലെ വരെ നിയന്ത്രിക്കുന്ന പൈശാചിക ഇടപെടലുകൾ ഇന്നത് മാറി ഇന്നെന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. പക്ഷെ ഞാൻ ജീവിക്കുന്നത് പഴയ ലോകത്ത് തന്നെ, പഴയ ക്യാമ്പസിലാ, പഴയ സ്ഥലത്താ, പഴയ ജോലി സ്ഥലത്താ, പഴയ കമ്മ്യൂണിറ്റിക്കകത്താ. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഇന്നെന്നെ സ്വാധീനിക്കാത്തതിൻ്റെ പിൻപിലെ കാര്യം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ എവിടെ തോറ്റോ, ഞാൻ എവിടെ തകർന്നോ, എവിടെ ഞാൻ വീണുപോയോ, എവിടെ ഞാൻ മരിച്ചുപോയോ, ആ മരിച്ചതിനെ ജയിക്കാൻ, ആ തോൽപ്പിച്ചതിനെ തോൽപ്പിക്കാൻ എൻ്റെ മേൽ പകരപ്പെട്ട ദൈവാത്മാവിന്റെ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു ചേർന്ന് ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. തോറ്റ ഇടത്ത് എന്നെ ജയിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി. എന്തിനോട് ഞാൻ തോറ്റോ, ഇനിമേൽ തോൽപ്പിച്ചത് എന്നെ ഇനിമേൽ കർത്തൃത്വമില്ല, ഞാൻ അതിന്മേൽ കർത്തൃത്വം നടത്തും. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ നിറവിനാൽ, ശക്തിയാലാണ്. നമ്മൾ എല്ലാത്തിനകത്തും വർജനം വെക്കുന്നത് ഇഷ്ടം പോയോണ്ടല്ല, ആണോ? ഷുഗർ ബാധിക്കുമ്പോൾ അവിടെ പറയാറുണ്ട് മധുരമൊക്കെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷേ മധുരത്തോട് താല്പര്യം കെട്ടിട്ടൊന്നും അല്ല ഐസ്ക്രീം കഴിക്കാതിരിക്കുന്നേ. അല്ലെങ്കിൽ ഈ മധുരമില്ലാതെ ചായ കുടിക്കുന്നതിന് ശേഷം മധുരമിട്ട ചായ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അവസ്ഥ കൊണ്ടാ. ഇത് പറഞ്ഞാൽ അത് ഒഴിവാക്കണമെന്നൊരു സമ്മർദ്ദം കിടക്കുന്നത് കൊണ്ടാണ് പലതും എന്ത് ചെയ്യുന്നേ, ഒഴിവാക്കുന്ന. എന്നാലും ഒരു കല്യാണത്തിൻ്റെ പോയി സദ്യ കഴിഞ്ഞിട്ട് ആരും കാണാതെ ഒരു ഐസ്ക്രീം എടുത്ത്, പ്രത്യേകിച്ച് ഭാര്യമാരുണ്ടെങ്കിൽ അവർ കാണാതെ ഒരു ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നല്ലേ, ഭർത്താവ് കാണാതെ ഒരു ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നതിനർത്ഥം അന്നേരവും എന്തോ ഉണ്ട്, അകത്തൊരർജുണ്ട്. മധുരം മടുത്തിട്ടല്ല വേണ്ടെന്ന് പറഞ്ഞത്, സാഹചര്യം കൊണ്ട് പറഞ്ഞതാ. പക്ഷേ ആത്മാവകത്തുള്ളൊരു ദൈവപൈതൻ്റെ പ്രത്യേകത പറയാം. ഇന്നലെ വരെ ഞാൻ ആസ്വദിച്ച പാപത്തെ, ഇന്നലെ വരെ ഞാൻ ആസ്വദിച്ച പാപരാഗങ്ങളെ, ഇന്നലെ വരെ എൻ്റെ ജഡത്തിനകത്ത് ഞാൻ നിർബാധമായി അനുഭവിച്ച വികാരങ്ങളെ ഇന്ന് വെറുപ്പാക്കി, അതെനിക്ക് വെറുപ്പും അറപ്പുമായി തീരുന്ന രീതിയിൽ അതിനെ ജയിക്കാൻ എൻ്റെ അകത്ത് ശക്തി പകർന്നത് ഇവിടെയുള്ള ഒരു മെക്കാനിസവുമല്ല, അതാണ് എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെങ്കിൽ ആ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്നലെ എന്നെ തോൽപ്പിച്ച, ഇന്നലെ എന്നെ പരാജയപ്പെടുത്തിയ പാപത്തിൻ്റെ പൈശാചിക സകല ശക്തികളുടെ മേലും യേശുക്രിസ്തു മുഖാന്തരം ജയമെടുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, തോൽപ്പിച്ചതിന്മേൽ ഇന്ന് എനിക്ക് ജയമുണ്ട്.